ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്ന വചനഭാഗമാണ്. ശിശുക്കളെ ഉദാരമാക്കിയും സാക്ഷി നിർത്തിയും ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന നിരവധി പഠനങ്ങൾ യേശു നൽകിയിട്ടുണ്ട്. സ്വർഗരാജ്യത്തിലെ വലിയവൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ശിഷ്യന്മാർക്ക് നൽകിയത് ഒരു ശിശുവിൻ്റെ ഉദാഹരണത്തിലൂടെയാണ്. ഇന്നത്തെ തിരുവചനത്തിൽ യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനായി ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യന്മാർ അവരെ തടയുകയാണ് ചെയ്തത്. യേശു ശിശുക്കളെ എടുത്ത് അവരെ അനുഗ്രഹിക്കുന്നു. ഖലീൽ ജിബ്രാൻ്റെ പുസ്തകം പ്രവാചകൻ ദ പ്രോഫറ്റ് എന്ന ഗ്രന്ഥത്തിലെ വിവരണം ഏറെ പ്രസിദ്ധമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല, നിങ്ങളിൽ കൂടി വന്നവരാണവർ. എന്നാൽ അവർ നിങ്ങൾക്ക് സ്വന്തമല്ല. നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സ്നേഹം നിർലോഭം കൊടുത്തുകൊള്ളുവിൻ. എന്നാൽ നിങ്ങളുടെ ചിന്ത അവരിൽ അടിച്ചേൽപ്പിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വന്തം ചിന്തകളുണ്ട്. നിങ്ങളുടെ വീടുകളിൽ അവരുടെ ശരീരത്തെ പാർപ്പിക്കാം, ആത്മാവ് അവിടെയായിരിക്കുകയില്ല പാർക്കുന്നത്. അവരെ പോലെയാകാൻ നിങ്ങൾക്ക് പരിശ്രമിക്കാം, എന്നാൽ അവരെ നിങ്ങളെപ്പോലെയാക്കാൻ ശ്രമിക്കരുത്. യാതൊരു കാലത്തും പ്രസിദ്ധമായ ചിന്തയാണ് ഖലീൽ ജിബ്രാൻ നൽകുന്നത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവെ വ്യക്തമാക്കുന്നു, ശിശുക്കളെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം പ്രാപിക്കാൻ ശിശുസഹജമായ മനസ്സിന് ഉടമയാകാൻ സാധിക്കണം. ശിഷ്യന്മാർ ശിശുക്കളെ തടയാൻ ശ്രമിച്ചപ്പോൾ യേശു പറയുന്നു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലുള്ളവരുടേതാണ്. ഇവിടെ ശിശുക്കൾ എന്നത് പ്രതീകാത്മകമോ ഒരടയാളമോ ആകാം. യേശുവിൻ്റെ സമീപം കുഞ്ഞുങ്ങൾ ഫൈലേശ്യമന്യെ ഓടിയണയുന്നത് പോലെ ശിശുസഹജമായ മാനസികാവസ്ഥയുള്ളവർ നിഷ്കളങ്ക മാനസരായി ദൈവരാജ്യ രഹസ്യങ്ങൾ മനസ്സിലാക്കും. അവർക്ക് മനസ്സിൽ സങ്കീർണതകളില്ല, അവർക്ക് മറച്ചു വയ്ക്കുവാനൊന്നുമില്ല. അവർ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, ആശ്രയിക്കുന്നു. അവർക്ക് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ദൈവരാജ്യ അനുഭവത്തിൽ ശിശുക്കളുടെ മാതൃക ഏറെ മഹനീയമാണ്. ആയതിനാൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, കുട്ടികളിൽ കോപം ഉളവാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ൽ പറയുന്നു, മാതാപിതാക്കൾ കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. ആദ്യമായി ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ താമസിച്ച ഭവനം കേടുകൂടാതെ സൂക്ഷിക്കുകയും അവിടെ ഇടയ്ക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു. തൻ്റെ അപ്പനും അമ്മയും തന്ന സ്നേഹത്തെക്കുറിച്ച് ആലോചിച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കാൻ സാധിക്കുമെന്നും അതൊത്തിരി സന്തോഷം നൽകുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആയതിനാൽ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം നൽകി വളർത്തുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായി, കുട്ടികളെ കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്തുക. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 6:4-ൽ കുട്ടികളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. കഠിനമായ ശിക്ഷണ നടപടികൾ കുട്ടികളെ നന്നാക്കുന്നില്ല. കുട്ടികളെ ശിക്ഷിക്കുന്നത് മാതാപിതാക്കളുടെ ദേഷ്യം തീർക്കാനാകരുത്. കുട്ടികളെ തെറ്റ് ബോധ്യപ്പെടുത്തി അവരെ നന്മയിലേക്ക് നയിക്കുവാൻ കഴിയണം. മൈക്കിൾ റെക്സ് എന്ന പേരുള്ള ചിത്രകാരൻ എങ്ങനെ പ്രസിദ്ധനായി എന്ന് പറയുന്നു. ബാല്യകാലത്തിലൊരിക്കൽ അദ്ദേഹം അമ്മയുടെ ഉടുപ്പിൽ കരികൊണ്ട് ചിത്രം വരച്ചു. അമ്മ വഴക്ക് പറയാതെ അദ്ദേഹത്തെ തിരുത്തി അടുത്ത ദിവസം കടലാസും കളർ പെൻസിലും വാങ്ങിക്കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അമ്മയുടെ പ്രോത്സാഹനമാണ് എന്നെ വലിയൊരു ചിത്രകാരനാക്കി വളർത്തിയത്. കുട്ടികളെ തിരുത്തുന്നതിൻ്റെ അടിസ്ഥാനം സ്നേഹമായിരിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 30:2-ൽ പറയുന്നു, മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. മൂന്നാമതായി, കുട്ടികളെ അമിതമായി ലാളിക്കരുത്. പ്രഭാഷകൻ്റെ പുസ്തകം 7:24-ൽ പറയുന്നു, അതിലാളനം അരുത്. പ്രഭാഷകൻ്റെ പുസ്തകം 30:9-ൽ പറയുന്നു, പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. ആയതിനാൽ കുട്ടികളെ അമിതമായി ലാളിക്കാതെ സ്നേഹത്തിൽ വളർത്തുവാൻ സാധിക്കണം. നാലാമതായി, കുട്ടികൾക്ക് അവകാശമായത് തക്ക സമയത്ത് കൊടുക്കുക. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങളിൽ
തോബിത്ത് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകൻ അവകാശപ്പെട്ട പണത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു. കുട്ടികൾക്ക് സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ പക്ഷപാതം അരുത്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4:9 നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നുവെങ്കിൽ പാപം ചെയ്യുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അഞ്ചാമതായി, നല്ല മാതൃക കുഞ്ഞുങ്ങൾക്ക് നൽകുക. മാതാപിതാക്കളുടെ മാതൃക കുട്ടികൾക്ക് പെട്ടെന്ന് അനുകരിക്കാനാകും. അതുകൊണ്ട് മാതാപിതാക്കൾ എപ്പോഴും മാതൃകാപരമായി ജീവിക്കാൻ കഴിയണം. ആറാമതായി, കുട്ടികളെ സ്വർഗരാജ്യോന്മുഖമായി വളർത്തുക. ശിശുക്കളെ സ്വർഗരാജ്യത്തിന് അർഹരാകുന്നത് അവരുടെ ആശ്രയബോധമാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, മനുഷ്യപ്രയത്നം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല. എന്നാൽ ശിശുക്കളെപ്പോലെ ദൈവാശ്രയബോധമുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് രക്ഷ. ആയതിനാൽ കുഞ്ഞുങ്ങളെ ദൈവാശ്രയബോധത്തിലും വിശ്വാസത്തിലും മൂല്യങ്ങളിലും ഭക്തിയിലും വളർത്തുവാൻ കഴിയണം. ഏഴാമതായി, കുഞ്ഞുങ്ങളെ ദൈവാനുഗ്രഹത്തിൽ വളർത്തുക. യേശു കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് സുവിശേഷം സാക്ഷിക്കുന്നു. യഹൂദരുടെ അതിപുരാതന രീതിയാണ് അനുഗ്രഹം യാചിക്കുന്നവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. പുരോഹിതന്മാരും കുടുംബനാഥന്മാരും അത്